അറിഞ്ഞൂടെ, മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിക്കാൻ കഴിയില്ല, നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. പണ്ട് കഴിവറ മോളെ ഈ നായിന്റെ മോള് കാരണം ഒരു നായിന്റെ മോള് തന്നെ ഇവിടെ പറയും. അതിന് എന്ത് കമ്മ്യൂണിറ്റികളിലോ എന്ത് മാങ്ങത്തിലും ഒരു പ്രശ്നമില്ല. ഓളൊന്ന് ചൂങ്ങിച്ചാണോ ആ ന്യൂസ് ഇങ്ങനെ കാക്കണം, കുത്താൻ തോന്നുന്ന കേറിയിട്ട് ഇവളെ പോലുള്ള ഒരുപാട് മക്കള് ഇറങ്ങി നായര അടുപ്പ് പുഴുങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ റീച്ച് പൊതുസമൂഹം വിലയിരുത്തണം. നിനക്ക് നാളല്ലേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ? എങ്ങനെ തോന്നി? ഇത് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു അപരാധം. സ്ത്രീയുടെ വീഡിയോയിൽ വളരെ വ്യക്തമാണ് ഈ സ്ത്രീയെ തൊടുന്നത് സ്ത്രീക്ക് ആ വീഡിയോയിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളത്. ഒരു പാവം മനുഷ്യനെ കുരുതി കൊടുത്ത സാക്ഷര കേരളമേ. എന്റെ കുട്ടീന്റെ മുഖത്ത് മാറിപ്പോയല്ലോ. എന്തിനു ബാബേജി ചെയ്തത്, എന്തിനു ബാബേജി ചെയ്തത്, എന്തിനമ്മ ചെയ്തത്, എന്തിനു സ്വപ്നത്തിൽ ചെയ്തത്? ഒരു 8,000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവൾക്ക്. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് 13K ഫോളോവേഴ്സിൽ എത്തുകയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരാളോട് പറയാനോ അല്ലെങ്കിൽ ബസ് കണ്ടക്ടറിനോട് പറയാനോ പോലീസിനോട് പറയാനോ ഇതിനും ധൈര്യമുള്ള ഒരാൾ തന്നെ ആയിരിക്കും. റീച്ചിന് വേണ്ടിയിട്ട് എന്ത് താന്തോന്നിത്തരം ചെയ്യുന്ന കുറെ പേരുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി ഭയങ്കര ആഘോഷമാക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സ്ഥാനത്ത് മൊബൈൽ കൊണ്ട് പ്രതികരിച്ച അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഒരു ജീവനാണ് പൊലിഞ്ഞത്. പബ്ലിക് റോഡിലൂടെ നടക്കുമ്പോൾ എതിരെ വരുന്ന ഒരു ആൺകുട്ടി നിങ്ങളെ ഒന്ന് നോക്കിയാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കഴിഞ്ഞില്ലേ നിന്റെ കടിയങ്ങ് മാർക്കിട്ടില്ലേ? ഇപ്പൊ നീ നന്നായിട്ട് റീച്ച് ആയില്ലേ? ഇങ്ങനെ പാവം പിടിച്ച ആളുകളെ വെച്ച് നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു തിരിച്ചടി കിട്ടും. അദ്ദേഹത്തിന് നേരെ ഇങ്ങനെ നടന്ന വീഡിയോ എടുത്ത ആ സ്ത്രീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രശസ്തിക്കും റീച്ചിനും പണത്തിനും അതല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിച്ചിട്ടാണ് ഈ കോപ്രായങ്ങൾ ചെയ്ത് കൂട്ടുന്നതെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നേടിയെടുക്കാൻ മറ്റെന്തെല്ലാം എത്ര നല്ല വഴികളുണ്ട്. ഒരു നേരത്തെ ഒരു പെൺകുട്ടിയുടെ കോപ്രായത്തിന് മുമ്പിൽ തകർന്നടിക്കുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരും പല രീതിയിൽ പല വട്ടം ഇറങ്ങിയിട്ടുണ്ട്. പല ആളുകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഇതുപോലെ ശരിക്കത്തെ സെക്ഷൽ അസോൾട്ട് ബസിന്റെ ഉള്ളിൽ നേരിടുന്ന ഗേൾസ് മീറ്റിംഗ് ഭാവിയിൽ സ്പീക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയായിരിക്കും. കാരണം അവർക്ക് വായ ഉണ്ടായിരുന്നു, ഒന്ന് വായ തോന്ന് പറയായിരുന്നു, ചേട്ടാ ഒന്ന് അങ്ങോട്ട് ഇക്കൊന്ന് അങ്ങോട്ട് ഇക്ക് അല്ലെങ്കിൽ മൂടടക്കം ഒന്ന് കൊടുക്കണമായിരുന്നു. ഇങ്ങനത്തെ ഒരു ബാക്ക് ടച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതമില്ലാതെ ഒരുത്ത നിന്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവന്റെ കവാലടിച്ച് പൊട്ടിക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയ ബോധവൽക്കരണ ക്ലാസ് നടത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കണ്ട. ആ പാവം മനുഷ്യന്റെ ജീവൻ ബലിയെടുത്ത തായോളി കഴിവേറി രാഹുൽ. എല്ലാവർക്കും ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. ആ മനുഷ്യൻ തകർന്നു പോയി. ഇപ്പൊ എന്തുണ്ടായി? അയാളെ കുട്ടിക്ക് പോയി, ആ ഫാമിലിക്ക് പോയി, അയാൾ മരിച്ചു. ഇപ്പൊ അവൾക്ക് സന്തോഷമായോ? ആദ്യത്തെ ഒരു ആംഗിളിൽ വീഡിയോ എടുത്തപ്പോൾ അതിൽ തട്ടലും മുട്ടലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഫിൽറ്റർ ഓൺ ചെയ്തിട്ടാണ് പരിപാടി ചെയ്യുന്നത്. ആദ്യത്തെ ആംഗിളിൽ മനസ്സിലാവാനിട്ട് നേരെ തിരിഞ്ഞു കഴിഞ്ഞിട്ട് നെഞ്ഞും പിരിച്ച് ആ ചേട്ടന്റെ മുന്നിലേക്ക് കൈയുടെ അടുത്തേക്ക് പോയി നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഒരതി കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു. എന്ത് ടൈപ്പ് ബിഹേവിയർ ആവട്ടെ എന്റെ പൊന്നു മോളെ. ഇതെല്ലാം കൂടി തൊലിച്ചു പിടിച്ച് ഇൻസ്റ്റാഗ്രാം കൊണ്ടുപോയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം എന്താ കോടതിയോ? ഈ നായിന്റെ മോള് കാരണം ഒരു ആണുങ്ങൾക്ക് ഒരു ബസ്സിൽ ഇതാക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഒരു ആണിന്റെ അടുത്തേക്ക് ബലൂൺ അങ്ങോട്ട് പോയി ഇങ്ങനെ മറ്റേ കയ്യുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്താണ്. KSRTCയിൽ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ കണ്ടന്റിന്റെ സാധ്യത കുറവാണെന്നും തിരക്കുള്ള ലൈൻ ബസ്സിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കണ്ടന്റിന്റെ സാധ്യത കൂടുതലാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് കണ്ടന്റ് ക്രിയേഷൻ ഊമ്പുന്നു. ഈ റീച്ചിനും കണ്ടന്റിനും വേണ്ടിയിട്ട് ഒരു പാവ നിരപരാധി ആയിട്ടുള്ള ഒരാളല്ല യൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ അല്ല കോടതി. നമ്മൾ ലീഗലി മൂവ് ചെയ്യാതെ നമുക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. നീതിക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന ആരും കാണുന്നില്ലല്ലോ ഇതിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യത്തിന് ഒരു വ്യക്തതയില്ലാതെ പ്രതികരിക്കരുത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ആ മനുഷ്യൻ ഒരു പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടാവും. ഫസ്റ്റ് ചെയ്യേണ്ടത് തന്റെ ഇടത്തോടെ വായ തുറന്ന് സംസാരിക്കാൻ പഠിക്കണം. ഓക്കെ, മുഖത്തടിച്ച പോലെ ചോദിക്കണം എന്താണ് താൻ ചെയ്യുന്നത്. എനിക്ക് ചുറ്റുള്ള ആൾക്കാരോട് പറയണം. അല്ലാണ്ട് ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ട് ആളാവെ എല്ലാം വേണ്ടത്. ഇതുപോലെ ഒരു ക്യാപ്ഷൻ എഴുതി വിട്ട ആ സഹോദരിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആള് മരിച്ചു, നീ ജയിച്ചോ? പറയാതിരുന്നത് കൊണ്ടാണ്, ഇതിനു മുന്നേ പ്രതികരിക്കാത്തത് കൊണ്ടാണ് സാർ എന്തെങ്കിലും സംഭവിച്ചത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും പറയും 1000 തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പോകണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ അടുത്ത് പറഞ്ഞിട്ട് ബസ് നിർത്താൻ പറയണം. എനിക്ക് കംഫർട്ട് ഇല്ല, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് സ്റ്റേഷനിലേക്ക് പോകാൻ പറയണം. എന്താ അവർ കേൾക്കില്ലേ? കേൾക്കും. പിന്നെ എന്നാത്തിനാ ഈ സാധനം പിടിച്ചുകൊണ്ട് ഇങ്ങനെ തൊലിച്ചു പിടിച്ച് നിന്നത്? ഈ പീഡനത്തിൽ ഡിഗ്രി എടുത്തോലും ബലാത്സംഗത്തിൽ PG എടുത്തോലും എന്താ ഈ അരപ്പ ജാതികളെ മുമ്പിൽ പെടാത്ത ഒരു പാവപ്പെട്ട ചെങ്ങായനെ റീച്ചിന് വേണ്ടിയിട്ട് കൊലപ്പ് കൊടുത്തിട്ട് ആത്മഹത്യ അല്ലത്. ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല, കൊലപാതകമാണ്. ഇത് ഈ നായിന് മോള് ചെയ്ത കൊലപാതകം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവൾക്കെതിരെ പറഞ്ഞതിന് എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം പൂട്ടിപ്പോയാലും എനിക്ക് ഒരു പുല്ലുമില്ല. എങ്ങനെ വിശ്വസിച്ച് പുറത്തിറങ്ങും? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ എടുത്തു. ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഞാൻ നിരന്തരം പറഞ്ഞാൽ ആത്മഹത്യ. ഇത് പക്ക കൊലപാതകമാണ്. ഈ നായിന്റെ മോളെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ റീച്ചിന് വേണ്ടി ബലിയാടായിരുന്നല്ലോ ആ പാവപ്പെട്ട ചേട്ടന്റെ കുടുംബം. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ ചീത്തപ്പേര് തിരിച്ചിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. ആ മനുഷ്യന് അഭിമാനം ഉണ്ടായതുകൊണ്ടാണ് ആ മനുഷ്യൻ അത് സഹിക്കാൻ പറ്റാത്തത്. ഈ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ അഭിമാനം എന്ന് പറയുന്നത്, പുരുഷന്മാർക്കും ഉണ്ട്. വീട്ടിൽ ഒരു നേരത്തെ ഫുഡ് എത്തുന്നത് ഇയാളൊരു അധ്വാനം കൊണ്ടാകാം. ആ ഒരു അധ്വാനം അല്ലെങ്കിൽ ആ ഒരു ഫുഡാണ്, ആ ഒരു ഭക്ഷണമാണ് ഈ ഒരു ലേഡി ഇല്ലാണ്ടാക്കിയത്. ഒന്ന് ആലോചിക്കാൻ ഇന്ന് രാവിലെ ആ തൂങ്ങി വെച്ച ചെങ്ങായിന്റെ അവസ്ഥ എന്താ? ഓലെ പെരക്കരഞ്ഞ ഓലെ കുട്ടികളെ കാര്യം നോക്കുക. എന്റെ മനസ്സിന് ഇനി ഒരു ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അനാഥരായി പോയ മക്കളുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും അപ്രശസ്തിയെ കുറിച്ച്? സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനെ കൊണ്ട് റീച്ച് മാത്രമേ ഉള്ളൂ കിട്ടാം. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഇത് നിങ്ങൾ കൈയടിച്ച് ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ റിയൽ വിക്ടിംസിനെ കാണാതെ പോയത്. അമ്മ നിക്കണത് സമാധാനത്തിലാണ്. നിന്നെ കൊണ്ട് പോണം മോനെ. അമ്മന്റെ കുട്ടി അയ്യോ
എന്റെ കുട്ടി ഇല്ല പോ